വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി നാളെ വിധി പറയുകയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വഖഫ് നിയമ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നില്ല. നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമം പൂർണ്ണമായും റദ്ദാക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും വഖഫ് ബോർഡിനെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരികയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു. ജിഷ്ണു, ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് വിവിധ ഹർജികൾ. അതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടാതെ വിവിധ സംഘടനകൾ അത്തരത്തിൽ 70-ലധികം ഹർജികൾ കോടതിക്ക് മുൻപിലുണ്ടായിരുന്നു. 3 ദിവസം തുടർച്ചയായ വാദം മെയ് 2-ാം വാരത്തിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് കേസിന്മേൽ കേട്ടു. വിശദമായ വാദം 3 ദിവസം കേട്ടു. തുടർന്ന് വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നാളെ കേസിൽ വിധി പ്രസ്താവം ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പുറപ്പെടുവിക്കും. എന്ത് നിരീക്ഷണമായിരിക്കും കോടതി നടത്തുക എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് നിയമ വിദഗ്ധരുൾപ്പെടെ നിലവിൽ വിലയിരുത്തൽ നടത്തുന്നത്. കാരണം ഈ ഹർജികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വഖഫ് നിയമ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ വാദം കേൾക്കുന്ന ഒരു ഘട്ടത്തിലും അത്തരമൊരു ആവശ്യം അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കോടതി അറിയിച്ചത് നിലവിൽ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അത് വഖഫ് ബോർഡിനെ തകർക്കുന്നതിനല്ല, വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും നിയമത്തിൻ്റെ ചട്ടക്കൂടിനകത്തേക്ക്, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ചട്ടക്കൂടിനകത്തേക്ക് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതുമാണ് നിയമ ഭേദഗതി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് വാക്കാൽ വഖഫിന് ഭൂമി നൽകുന്നതിന് വരെ കൃത്യമായിട്ടുള്ള രേഖകളോടെ വഖഫിന് ഭൂമി നൽകുക, അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിക്കുക. ഒപ്പം നേരത്തെ ഒരു ഭൂമി വഖഫിൻ്റേതാണെന്ന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ പിന്നീട് ആ വഖഫ് ട്രൈബ്യൂണൽ മാത്രമായിരുന്നു അതിന് പരാതിക്കാരന് പോകാനുള്ള ഇടം. കോടതിയിലേക്ക് ആ കേസിന് പോകാനുള്ള നിയമസാധ്യത വളരെ കുറവായിരുന്നു. അത് മാറ്റിക്കൊണ്ട് ഇത്തരത്തിലൊരു പരാതി വന്നാൽ 90 ദിവസത്തിനകം കോടതിയിലേക്ക് എത്താൻ, രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് അതിൻ്റെ പ്രശ്നം വിശദമായ വാദം കേൾക്കാനും പരിശോധിക്കാനുമുള്ള അവസരം, അത്തരത്തിലുള്ള ഭേദഗതികളാണ് വഖഫ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതിനെതിരെയും വ്യാജ പ്രചരണം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തി വഖഫ് ബോർഡിനെ നശിപ്പിക്കാനാണ് ഈ ബില്ല് ഭേദഗതി കൊണ്ടുവന്നത് എന്ന വാദമായിരുന്നു പ്രതിപക്ഷം നടത്തിയത്. ഏതായാലും വിശദമായ വാദം കോടതിയിൽ നടന്നിരുന്നു. നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വിധി പ്രസ്താവിക്കും. രാഖി. ശരി ജിഷ്ണു.